ഉപ്പു സത്യാഗ്രഹം. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യ. കടലോര ഗ്രാമങ്ങളിലെ അനേകം സാധാരണക്കാർ കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് സാൾട്ട് ആക്ടിൻ്റെ പിൻബലത്തിൽ ഉപ്പു വ്യവസായത്തിൻ്റെ കുത്തക ബ്രിട്ടൻ കൈയടക്കി. കടൽ തീരത്തുനിന്ന് ഇന്ത്യക്കാർ ഉപ്പെടുക്കുന്നതിന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ നികുതി ഏർപ്പെടുത്തി. നിയമം ലംഘിച്ച് ഉപ്പെടുക്കുന്നത് 6 മാസം വരെ തടവു ലഭിക്കാവുന്ന കുറ്റമായി പരിഗണിക്കപ്പെട്ടു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായി. ബ്രിട്ടീഷുകാർക്കെതിരെ സാധാരണക്കാരെ അണിനിരത്താൻ ഉപ്പിനെ സമരായുധമാക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് ആയിരങ്ങൾ പ്രതിഷേധത്തിനായി ഒരുമിച്ചു. 1930 മാർച്ച് 12 ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്ന് 390 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും 78 അനുയായികളും ജാഥയായി നീങ്ങി. കടന്നു പോകുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ധാരാളം പേർ യാത്രയിൽ പങ്കുചേർന്നു. ചിലയിടങ്ങളിൽ ജാഥ കിലോമീറ്ററുകളോളം നീണ്ടു. സരോജിനി നായിഡുവിനെ പോലെയുള്ള നേതാക്കൾ ഗാന്ധിജിയെ അനുഗമിച്ചു. ഏപ്രിൽ 5 യാത്ര ദണ്ഡി കടപ്പുറത്തെത്തിയത്. പിറ്റേന്ന് രാവിലെ ഗാന്ധിജി ഉപ്പു നിയമം ലംഘിച്ചുകൊണ്ട് കടലിൽ നിന്ന് ഉപ്പ് വാരിയെടുത്തു. കടപ്പുറത്തെ ചെളി നിറഞ്ഞ മണ്ണ് കയ്യിലെടുത്ത്, ഇതുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഞാൻ കുലുക്കും എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു. ഉപ്പ് സത്യാഗ്രഹം ക്രമേണ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. അധികം വൈകാതെ ഗാന്ധിജി അറസ്റ്റിലായെങ്കിലും സമരം 1 വർഷത്തോളം നീണ്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് സാധാരണക്കാരെ അടുപ്പിക്കാനും സമരത്തിന് വീര്യം പകരാനും ഉപ്പ് സത്യാഗ്രഹത്തിന് കഴിഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ലോക ശ്രദ്ധയാകർഷിക്കാനും ഈ സമരം വഴിതെളിച്ചു.